ഒന്ന് മാറി നിൽക്കോ, ഞമ്മളൊന്നും അങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്ന് കാണുന്നില്ല ഇരുട്ടത്ത്. ഇരുട്ടത്ത് കുത്തിരിക്കുന്നു. അതെ, ഒന്ന് ലൈറ്റിടോ. ഞാൻ വരാനിത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ ഇയാള് നമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണ്? ഞാൻ മനസ്സിലായില്ല. ഞമ്മളെ സൈനബ. അതന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അതോ ബാപ്പല്ലേ ഇതെപ്പോഴേ കാണണ്ട. അതാ പുറത്തേക്ക് പോകണം. സമാധാനായി പോയിക്കോട്ടെ. സംഘാടകരെ എവിടെ? ആരാ നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ ബാപ്പ എവിടെ വരിച്ചാലേ ഞമ്മ വരില്ലാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പൊന്നും വരില്ല, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരുന്നു. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടി കുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കാമോ? എന്തിനാമോ ഞമ്മളെ മുത്തപ്പാനെ നിക്കാതെ കഴിച്ചിട്ടുണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയവൻ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാണ് ഞമ്മള് മുത്തപ്പാനെ കെട്ടിയിരുന്നത്. ഇപ്പൊ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്താണോ മൂപ്പരെ മുച്ചീട്ടുകളിൽ പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ, അതിന്റെ ദേഷ്യം ആന്ന്. അത് പോട്ടെ. പത്രാസിലാണല്ലോ കുത്തിരിക്കുന്നത്. നല്ല കുപ്പായ കേട്ടോ. ഇത് കോഴിക്കോടങ്ങാടി വാങ്ങിയതാ. നിങ്ങളെന്താ ചിരിക്കണ്? ഇത് ഞമ്മള് പെണ്ണുങ്ങളെ വിശേഷം പറഞ്ഞതാട്ടോ. ഞമ്മൾ അവിടെ ഇച്ചേരക്കുള്ളൊന്നും കിട്ടൂലാട്ടോ. നല്ലത് എന്തെങ്കിലും കൊടുത്തു വരണം നിന്റെ എനിക്ക്. വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാരെന്ന് ചക്കുപ്പോന്ന് ചാടിപ്പാഞ്ഞു വന്നതല്ലേ, അതുകൊണ്ടായി. അല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമ്മയും സുഹറയും നാരായണിയും ഇതുപോലെ ഇന്നലെ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ല കേട്ടോ. അതാരും അവിടെ കുത്തിരിക്കുന്നത് രാമനായനല്ലേ? എല്ലാരും ഉണ്ടല്ല. പൊൻകുരിച്ച് തോമ എട്ടുകാലി മമ്മൂഞ്ഞു. നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ പാലിച്ച് വന്നത്? ആദ്യം ക്ഷണിച്ചു നമ്മളൊക്കെ. ഇവിടെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ. വെറുതെ ഒന്നല്ല, ഇവരെ ക്ഷണിച്ചിട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. അല്ല മുത്തപ്പ, നിങ്ങളും വന്നത്? ഞമ്മളൊറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ല നിങ്ങളോട്. എന്തിനാ വെറുതെ ബസ്സിന്റെ കൂലി കൊണ്ടുപോയി കാണുന്നത്? പണ്ടത്തെ മാതിരിയൊന്നല്ല കേട്ടോ. എന്താ ഇപ്പൊ ബസ്സിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇരട്ടി പൈസ ഇപ്പൊ. ആന്ന്, നിങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ ജീവിക്കണത്? അറിയാനും ചോദിക്കാം. വരുന്ന വഴിക്ക് ഞമ്മള് മുട്ടായിത്തേയിൽ ആ അറ്റത്തുള്ള ചായപ്പിടികളൊന്ന് കേറി. ഒരു ചായക്ക് 8 ഉറുപ്പിയാണ്. പൊറോട്ടയ്ക്ക് 8 ഉറുപ്പിയ, കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായ വെക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ. അല്ല മുത്തപ്പ, ഇതെന്താ നിങ്ങൾ വിട്ടിരിക്കുന്നത്? ഓ, മുത്തപ്പ പോക്കറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാവൂലേ? അതൊക്കെ പണ്ടേനി. ഇപ്പൊ മൂപ്പർക്ക് അമ്മായി ഇവരുടെ ഏർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന് ശേഷം ആള് ഭയങ്കര നീറ്റാ. അടുത്തേക്ക് കുത്തിരുന്നോളിന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞമ്മളെ ചായ വെക്കാനിൽ പൊറോട്ട അടിക്കലും കൂട്ടുണ്ടാക്കലൊക്കെ അല്ലേ പണി. ഈ ദുനിയാവില് ആദ്യമായിട്ട് പുട്ടുകടലയും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ഞമ്മളെ പേരിലെ പുട്ടിന്റെ സ്വാദ വേറെ ഒരു പുട്ടിനും കിട്ടൂലാട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കില്ല രാമനായരെ. അവിടെ കടം വാങ്ങി കള്ളം